ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു സംശയമാണ് ഇതെങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ തന്നിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാനത് ഇതിങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി പോവുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചിരുന്നത് ഇതെങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടതും ഇതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അതിൻ്റെ ഏറ്റവും മുകളിൽ ലോഗിൻ എന്നൊരു സാധനം കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാത്ത ഇങ്ങനെ സാധനം വരും, ഇങ്ങനൊരു പേജ് വരും. ഈ പേജിനകത്ത് ഏറ്റവും താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാത്തൊരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ വരും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫോം എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യുന്നതാണ്. ഈ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ അപേക്ഷാ ഫോറമാണ് നമ്മൾ പൂരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കാണുക. ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഡമ്മി ഇമെയിൽ ഐ ഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു പാസ്വേഡ് കൊടുക്കാൻ പോവാണ്. എനിക്ക് നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡ് ആയിരിക്കും കൊടുക്കണം. ഓക്കെ, ഞാൻ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ പേരാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു ഡമ്മി ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഡമ്മി ആയിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ പേര് ഇപ്പോൾ RP Reality എന്ന് കൊടുത്തു. എൻ്റെ പേര് ഇപ്പോൾ RP Reality ആണെന്ന് ഞാൻ ധരിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരും. അപ്പോൾ നമ്മുടെ ഏതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നമ്മുടെ മാസം കൊടുക്കുക. മാസം ഇവിടുന്ന് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മാസം സെലക്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. മാസം സെലക്ട് ചെയ്യാം, ഡേറ്റ് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് നമ്മൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതായത് ഗഞ്ചർ കൊടുക്കുക. അത് കൊടുത്തു. അടുത്ത് നെക്സ്റ്റ് പാർട്ടീഷന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് മാറുന്നത് നമ്മുടെ കറൻറ്റ് ഓക്യുപ്പേഷൻ, നമ്മുടെ ജോലി എന്താണ്. ഇപ്പോൾ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ടാക്സി ഡ്രൈവർ വിത്ത് ഓണർ ആണെങ്കിൽ ഓണർ വിത്ത് ഡ്രൈവർ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ രണ്ടും ടിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ടാക്സി ഡ്രൈവറിനെ കൊടുത്തതാണ്, അതാണ് ഞാൻ ടാക്സി ഡ്രൈവറിന് മാത്രം ടിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ലൈസൻസ് നമ്പർ കൊടുക്കുകയാണ്. എൻ്റെ ലൈസൻസ് നമ്പർ എത്രയാണോ അത് നിങ്ങളുടെ ലൈസൻസിലുണ്ടാവും ലൈസൻസ് നമ്പർ. ആ ലൈസൻസ് നമ്പർ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്ത് ഏതാണ് മെയിൻ പ്ലേസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഏത് ജില്ലയാണ് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത പിൻകോഡ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഞാനിവിടെ അടിക്കുമ്പോൾ ഞാൻ മുമ്പ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇവിടെ താഴെ ഒരു കോളത്തിൽ വന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് അതിനെ കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ക്യാമറയിൽ നിന്നും എനിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അതല്ല ഫോട്ടോ നമ്മുടെ ഇത് ക്യാമറ രണ്ട് ചിഹ്നം കാണിക്കുന്നുണ്ട്. ഒന്ന് ക്യാമറ വർക്ക് ചെയ്യുക, നമ്മുടെ ക്യാമറ ഓണാവും. നമ്മൾ ക്യാമറയിൽ നിന്ന് സെൽഫി കൊടുക്കാം. അതല്ല നമ്മുടെ ഫോണിലെ ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗാലറി എടുക്കുന്നത്. ഇപ്പോൾ ഗാലറിയിൽ നിന്ന് എടുത്ത് ഞാൻ ഒരു ഫോട്ടോ കൊടുക്കുകയാണ്. ഒരു ഫോട്ടോ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ആധാർ കാർഡ് നിങ്ങളുടെ ഫോണിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ ആധാർ കാർഡ് കൊടുക്കുകയാണ്. ഇങ്ങനെ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് സെലക്ട് ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കൊടുക്കാം. അത് ഡ്രൈവിംഗ് ലൈസൻസിന് ക്യാമറ ഓണാവും, വേണമെങ്കിൽ ലൈവായിട്ട് എടുക്കാം. അതല്ലാണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുക്കാം. ഗാലറി നമ്മുടെ ലൈസൻസ് എടുത്ത് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഓക്കെ, ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ഒരു പേജ് വരും. അടുത്ത് നോമിനി പേര്. നോമിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവകാശിയുടെ പേര്. നിങ്ങൾക്ക് ആരാണ് അവകാശി, നിങ്ങളുടെ ഭാര്യയാണോ, അച്ഛനാണോ, പെങ്ങളാണോ, മക്കളാണോ, ആരാണെന്ന് വെച്ചാൽ അവകാശിയുടെ പേര് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് ലാലി വർഗീസ് ഞാൻ കൊടുത്തു. അവളുടെ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് റിലേഷൻ എന്താണ്, വൈഫ് കൊടുത്തു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്, ബി പോസിറ്റീവ്
നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. അതെങ്കിൽ അത് ആണെങ്കിൽ പറ്റില്ലാതെങ്കിൽ നോ. ഇപ്പോൾ നോല കിടക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ നോ തന്നെ കിടന്നോട്ടെ. എനിക്ക് ഇപ്പോൾ ഞാൻ ബ്ലഡ് ഡൊണേഷൻ തയ്യാറാണ് എന്ന രീതിയിലാണ്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എസ് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇത് കണ്ടോ, ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നമ്മളിപ്പോൾ പ്രാബല്യത്തിൽ എല്ലാവരും പൈസ അടച്ച വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് കയറി പൈസ അടയ്ക്കേണ്ടതില്ല. പുതിയതായിട്ട് നമ്മുടെ അംഗങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഉള്ള ഓപ്ഷനാണ് അത് പുതിയതായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അംഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 150 രൂപയുടെ ഒരു QR കോഡിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് പൈസ അടയ്ക്കാം. ആ പൈസ അടച്ച് ഇപ്പോൾ ഇതിൽ പൈസ അടച്ചിട്ടുണ്ട്. ആ അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ തൊട്ട് താഴത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പൈസ അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ നിന്ന് എടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഇതുപോലെ ഈ QR കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി പൈസ അടച്ച വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് പേ വൈ QR തൊട്ടിപ്പുറത്ത് ഇതാണ് പേ ഓൾറെഡി അഡ്വാൻസ്. അതടച്ച് കഴിഞ്ഞാൽ QR കോഡ് അങ്ങോട്ട് പോകും. QR കോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ താഴെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇതിങ്ങനെ സാധനം വെക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് വരും. ഇതിങ്ങനെ വരും. ഓക്കെ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക.